ചില രാഷ്ട്രീയ നാടകങ്ങൾ അങ്ങനെയാണ്. തുടക്കത്തിൽ വലിയ കോലാഹലങ്ങളും അവകാശവാദങ്ങളും ഒക്കെയായി കളം നിറഞ്ഞു നിൽക്കുമെങ്കിലും ഒടുവിൽ ഒരൊറ്റ തിരിച്ചടിയിൽ ആവിയായി പോകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പാർലമെന്റിലും രാഷ്ട്രീയ കേരളത്തിലും ദേശീയ മാധ്യമങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കൃത്യമായും അതുതന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാനില്ലെന്നും സഭയിൽ വരാൻ പേടിച്ചൊളിച്ചിരിക്കുകയാണെന്നും ഒക്കെയുള്ള വലിയ വലിയ അവകാശവാദങ്ങളായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷായ്ക്ക് ചർച്ച ചെയ്യാൻ ധൈര്യമില്ല, അദ്ദേഹം ഒളിച്ചോടുകയാണ് എന്നൊക്കെ പറഞ്ഞ് സഭയെയും പുറം ലോകത്തെയും നിരന്തരം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ആ നാളുകൾ നമ്മൾ കണ്ടതാണല്ലേ. സാധാരണക്കാരായ നമ്മളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ പരസ്യമായൊരു നാണം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകില്ല. എന്നാൽ നമ്മുടെ പപ്പു അങ്ങനെയല്ലല്ലോ. വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി നാണം കെടുന്നത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ ഒടുവിൽ ദിവസങ്ങളായി നീണ്ടു നിന്ന അഹങ്കാരത്തിനും വലിയ വാഗ്ദാനങ്ങൾക്കും ഒടുവിൽ അമിത്ഷാ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി രാഹുലിന്റെ ചൊറിച്ചിലങ്ങ് തീർത്തു കൊടുത്തു. ഞാൻ പാർലമെന്റിൽ വരുന്നില്ല എന്ന് പറയുന്നവർ പോയി സഭയുടെ ഹാജർ പരിശോധിക്കൂ, ഞാൻ ദിവസവുമുണ്ട്, ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ മാസ് എൻട്രി പൊളിച്ചെടുക്കൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വെറുതെ പുറത്തുനിന്ന് വിളിച്ചു പറയുകയല്ല, മറിച്ച് ധൈര്യമുണ്ടെങ്കിൽ സഭയിൽ വന്ന് സംസാരിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച ആഭ്യന്തരമന്ത്രിയുടെ നീക്കത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും എങ്ങനെയാണ് പകച്ചുപോയത്? രാഷ്ട്രീയ നാടകങ്ങളും വാക്പോരുകളും എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടന്നത് വെറുമൊരു സാധാരണ വാക്കേറ്റമല്ല, മറിച്ച് പ്രതിപക്ഷത്തിന്റെ സകല അടവുകളെയും ഒറ്റയടിക്ക് തകർത്തെറിഞ്ഞ ഒരു പൊളിച്ചെടുക്കലാണ്. അമിത്ഷായെ കഴിഞ്ഞ 20 ദിവസമായി കാണാനില്ല, അദ്ദേഹം പേടിച്ചൊളിച്ചിരിക്കുകയാണ്, ചർച്ചയ്ക്ക് ധൈര്യമില്ല എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ദിവസങ്ങളായി നടത്തി വന്ന വലിയ അവകാശവാദങ്ങളും വെല്ലുവിളികളും. നമ്മളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പരസ്യമായി ഒന്ന് നാണം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോലും പോവില്ല. എന്നാൽ പപ്പു അങ്ങനെയല്ലല്ലോ, വീണ്ടും വീണ്ടും നാണം കെടുക, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അമിത്ഷാ പാർലമെന്റിൽ കാലുകുത്താൻ പോലും ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അന്തരീക്ഷം ഇളക്കി വിട്ടവർക്ക് അതേ നാണയത്തിൽ തന്നെ കൃത്യമായ കണക്കുകളോടെ ആഭ്യന്തരമന്ത്രി കൊടുത്ത കിടിലൻ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. വെറുതെ പുറത്തുനിന്ന് വിളിച്ചു പറയുകയല്ല വേണ്ടത്, ധൈര്യമുണ്ടെങ്കിൽ സഭയുടെ ഹാജർ പരിശോധിക്കൂ എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിച്ച മാസ് നീക്കത്തിന് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട്. പാർലമെന്റിലെ ചോദ്യോത്തര വേളകളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നില്ലെന്നും സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്താൻ അദ്ദേഹത്തിന് ഭയമാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആയുധം. അമിത്ഷായെ കഴിഞ്ഞ 20 ദിവസമായി കാണാനില്ല എന്ന് വരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന പരിഹാസം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അമിത്ഷാ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. താൻ ദിവസവും പാർലമെന്റിൽ ഉണ്ടെന്നും ഹാജർ പരിശോധിക്കാമെന്നും വെല്ലുവിളിച്ച അദ്ദേഹം പ്രതിപക്ഷ ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടതെന്നും ഗൗരവമുള്ള ചർച്ചയ്ക്കാണ് തയ്യാറെങ്കിൽ അതിന് താൻ പൂർണ്ണമായി തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് ചർച്ചയ്ക്കായി 24 മണിക്കൂർ സമയം വാഗ്ദാനം ചെയ്ത അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് പിന്നീട് ദിവസങ്ങളിൽ സഭയിൽ ഇരുന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷം തയ്യാറാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് സ്പീക്കർക്ക് കത്ത് നൽകിയാൽ ഉടൻ ചർച്ച തുടങ്ങാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പോയിന്റുകൾക്കും താൻ നേരിട്ട് മറുപടി നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാൽ അമിത്ഷായുടെ തുറന്ന വെല്ലുവിളിക്ക് മുന്നിൽ പ്രതിപക്ഷം ശരിക്കും പതറിപ്പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. അമിത്ഷായുടെ പ്രഭാഷണം കേൾക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഉത്തരം പറയണമെന്നും മാത്രമാണ് രാഹുൽ ഗാന്ധി പിന്നീട് മറുപടി നൽകിയത്. ചർച്ചയ്ക്ക് ധൈര്യമില്ലാതെ ഒളിച്ചോടുന്ന പ്രതിപക്ഷ മുഖമാണ് ഇതിലൂടെ വീണ്ടും തുറന്നു കാണിക്കുന്നത്. അങ്ങനെ ഒടുവിൽ രാഹുലിന്റെ ചൊറിച്ചിലങ്ങ് അമിത്ഷാ തീർത്തു കൊടുത്തു എന്ന് തന്നെ പറയാം. സഭയിൽ ഇടിവെട്ട് മറുപടി നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നതോടെ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നിരയുടെയും ദിവസങ്ങളായുള്ള അവകാശവാദങ്ങളും വെല്ലുവിളികളും പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. അമിത്ഷാ ഇങ്ങോട്ട് മൈക്ക് ഓണാക്കി വെല്ലുവിളി ഏറ്റെടുത്തതോടെ ദിവസങ്ങളായി അമിത്ഷയെ കാണാനില്ല, ഒളിച്ചോടുകയാണ് എന്നൊക്കെ പറഞ്ഞ് സഭയും മറ്റും ഇളക്കി മറിച്ച നമ്മുടെ പപ്പുവും കൂട്ടരും പെട്ടെന്ന് വാ അടച്ചു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഞങ്ങൾക്കൊന്നും അമിത്ഷായുടെ പ്രഭാഷണം കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും നേരം നെഞ്ചു വിരിച്ച് നിന്നവർ ഒടുവിൽ എങ്ങോട്ടാണ് ഓടി ഒളിച്ചതെന്ന് അറിയില്ല. ചർച്ചയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് സ്പീക്കർക്ക് കത്ത് നൽകാൻ വെല്ലുവിളിച്ച
ആഭ്യന്തരമന്ത്രി അടുത്ത ദിവസം വൈകിട്ട് 3 മണിവരെ സഭയിലിരുന്ന് എല്ലാ ചോദ്യങ്ങൾക്കും നഖശികാന്തം മറുപടി നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കിയത്. താൻ നേരിട്ട് കുറിപ്പുകൾ എടുത്ത് ഓരോ പോയിന്റും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇത്രയും കൃത്യമായ ഒരു വെല്ലുവിളി മുന്നിൽ വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് പ്രഭാഷണം കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും കൃത്യമായ കണക്കുകളുടെയോ രേഖകളുടെയോ ഭരണപക്ഷം തിരിച്ചടിച്ചാൽ പിന്നെ ഒളിച്ചോടാൻ മാത്രമേ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സാധിക്കുമെന്ന് ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ഒടുവിൽ രാഹുൽ ഗാന്ധി സ്വയം ചോദിച്ചു വാങ്ങി നാണം കെട്ട രാഷ്ട്രീയ നാടകം കൂടിയാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടത്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഭാഗത്തേക്ക് പ്രതിപക്ഷത്തിന് 24 മണിക്കൂർ വരെ ചർച്ച നടത്താൻ സമയം നൽകാമെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ താൻ തയ്യാറാണെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെ സഭയിലിരുന്ന് ചർച്ച നടത്താൻ പോലും താൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെറിയൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. കാരണം സാധാരണയായി പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ അമിത്ഷാ പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ചർച്ച വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, വാദങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം, അതിന് മറുപടി പറയാൻ ഞാൻ സഭയിൽ തന്നെ ഇരിക്കാം. ഇനി പ്രതിപക്ഷം തയ്യാറാണെങ്കിൽ സ്പീക്കർക്ക് കത്ത് നൽകണമെന്നും അതുവഴി ചർച്ച ആരംഭിക്കാമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ചോദ്യമുയരുന്നത്. ഒരു ഭാഗത്ത് പ്രതിപക്ഷം പറയുന്നത് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ്. മറുഭാഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വരൂ ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയൂ, ഞാൻ മറുപടി നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും, ചർച്ച വേണമെന്നാണോ ആവശ്യം, അതോ രാഷ്ട്രീയ പ്രതിഷേധം മാത്രം മതിയോ? പാർലമെന്റിൽ സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണോ ആവശ്യം, അതോ സഭ സ്തംഭിപ്പിക്കണമെന്നാണോ ലക്ഷ്യം? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയമായി പ്രസക്തമായ ചോദ്യം. അമിത്ഷാ മറ്റൊരു പ്രധാന കാര്യവും പറഞ്ഞു. പാർലമെന്ററി ചർച്ചകൾക്ക് കൃത്യമായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഒരു പ്രസ്താവനയിലൂടെ മാത്രം തീർക്കാനാകില്ലെന്നും വിശദമായ ചർച്ചയാണ് വേണ്ടതെന്നും അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുകയാണ്. അതിനേക്കാൾ പ്രധാനമായി ആവശ്യമെങ്കിൽ ചോദ്യോത്തരവേള പോലും താൽക്കാലികമായി നിർത്തിവെച്ച് ചർച്ച നടത്താൻ തയ്യാറാണെന്ന നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറയുന്നത് ബേസിക്കലി ഇതാണ്: നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയൂ, ഞാൻ കേൾക്കാം, കുറിക്കപ്പെടും, ഓരോ വിഷയത്തിനും മറുപടി നൽകാം. ഇതാണ് ഒരു പാർലമെന്ററി ചർച്ചയുടെ സ്വഭാവം. ഇവിടെ അമിത്ഷായുടെ രാഷ്ട്രീയ ശൈലിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ആരോപണങ്ങളെ പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളുടെ സമീപനമല്ല ഇതെന്നാണ്. മറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് നേരിട്ട് സഭയിൽ വരാനും ചർച്ച ചെയ്യാനും ആവശ്യപ്പെടുന്ന സമീപനമാണെന്നാണ് അവരുടെ വാദം. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലേക്ക് വരാം. അമിത്ഷാ നടത്തുന്ന പ്രഭാഷണം കേൾക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ആരോപണങ്ങളാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ വിരോധാഭാസം കാണാം. അമിത്ഷാ പറയുന്നത് ചർച്ചയ്ക്ക് വരൂ എന്നാണ്, രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് പ്രഭാഷണം വേണ്ട എന്നാണ്. അപ്പോൾ ചോദ്യം വീണ്ടും അതേ ചർച്ചയ്ക്കാണോ വരേണ്ടത്, അതോ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കാനാണോ? ജനാധിപത്യത്തിൽ ഒരു നേതാവിന് മറ്റൊരു നേതാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആ ചോദ്യത്തിന് മറുപടി നൽകാനുള്ള അവസരവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇതിലും വലിയൊരു ക്ഷണം വേണോ എന്ന് BJP ചോദിക്കുന്നത്. ഇത്രയും ദിവസമായി സർക്കാർ സംസാരിക്കുന്നില്ല, മന്ത്രിമാർ മറുപടി പറയുന്നില്ല, പ്രതിപക്ഷത്തെ കേൾക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ സഭയിൽ ഇരുന്ന് ദീർഘമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി ആരോപണം ഉന്നയിച്ചവർക്ക് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? സഭയിൽ എത്തുക, വിഷയങ്ങൾ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി കേൾക്കുക, അതിനുശേഷം ജനങ്ങളോട് പറയുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നടിച്ചിരിക്കുന്നത്. കാരണം അമിത്ഷാ സഭയിൽ വരുന്നുണ്ടെന്നത് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.